മാർക്കോ 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 ഇതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. കാരണം ഒരു സിനിമ പ്രദർശനത്തിനെത്തി ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം കേരളത്തിന് പുറത്തും അതിരുകടന്ന മറ്റു ഭാഷകളിലും കോളിളക്കം സൃഷ്ടിച്ച് മുന്നേറുകയാണ് മാർക്കോ. അതിരുകടന്ന വയലൻസുമായി എത്തിയ മാർക്കോ കേരളത്തിന്റെ അതിരും കടന്ന് കയ്യടി നേടി മുന്നേറുകയാണ്. പുതുവർഷത്തിൽ തമിഴകത്ത് പ്രദർശനത്തിനെത്തിയ ചിത്രം തിയേറ്ററുകളിൽ ഇളക്കിമറിച്ച് കോളിവുഡിലും കുതിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ മാറ്റമാണ് മാർക്കോയിലൂടെ പ്രേക്ഷകർ കണ്ടത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച അനീഫ് ഫത്തേനി സംവിധാനം ചെയ്ത ചിത്രം ആഗോള കളക്ഷനിൽ 150 കോടിക്കടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴും ലോകമൊട്ടാകെ 450 സ്ക്രീനുകളിൽ സിനിമയുടെ പ്രദർശനം തുടരുകയാണ്. ഇതുതന്നെയാണ് ഒരു സിനിമയുടെ വിജയവും. കാരണം ഹിന്ദിയിലൊക്കെ വലിയ വിജയം തന്നെയാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം അതിശയിപ്പിക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ്. ഹിന്ദി, തെലുങ്ക്, തമിഴ് ഭാഷകളിലെല്ലാം നേട്ടം കൊയ്ത മാർക്കോ ഏപ്രിലിൽ കൊറിയയിലും പ്രദർശനത്തിന് എത്തുകയാണ്. ബാഹുബലിക്ക് ശേഷം ദക്ഷിണേന്ത്യയിൽ നിന്നും കൊറിയയിലേക്ക് എത്തുന്ന സിനിമയെന്ന ഖ്യാതിയും ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന് സ്വന്തമാണിപ്പോൾ. മേപ്പടിയാൻ, മാളികപ്പുറം ചിത്രങ്ങളിലൂടെ കുടുംബ സിനിമകളുടെ നായകനായ ഉണ്ണി മുകുന്ദൻ ചോരക്കളിക്കിറങ്ങിയ സിനിമയാണ് മാർക്കോ. വയലൻസിന് അത്ര പ്രാധാന്യമുള്ള സിനിമയ്ക്ക് മനക്കരുത്തുള്ളവർക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതിയെന്ന് പ്രദർശനത്തിന് എത്തുന്നതിനു മുമ്പേ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ വലിയ ബ്രേക്ക് ത്രൂവായ മാർക്കോ മലയാളത്തിലും ഹിന്ദിക്കും പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിപ്പോഴും വലിയ കുതിപ്പ് തന്നെയാണ് നടത്തുന്നത്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 20-നാണ് തിയേറ്ററുകളിൽ ചിത്രം എത്തിയത്. ചിത്രം ബോളിവുഡിലും വൻ സ്വീകാര്യത നേടുകയാണ്. ഒപ്പം ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആഗോളതലത്തിൽ തന്നെ വലിയ പ്രശംസയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. എന്തായാലും മോസ്റ്റ് വയലന്റ് ചിത്രമെന്ന ലേബലിലെത്തിയ മാർക്കോയുടെ കന്നഡ പതിപ്പ് റിലീസിന് ഒരുങ്ങുകയാണ്. ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 31-നാണ് മാർക്കോയുടെ കന്നഡ പതിപ്പ് റിലീസ് ചെയ്യുന്നത്. കുമാർ ഫിലിംസ് ആണ് ചിത്രം കന്നഡയിൽ റിലീസ് ചെയ്യുക. എന്തായാലും മാർക്കോ കോളിളക്കം സൃഷ്ടിച്ച് മുന്നേറുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.